ഷാജിദാന്റെ മാപ്പിള മരിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് ഇരുത്തി 2 കൊല്ലാവാൻ പോയി. അതിന്റെ ഇടയിൽ അവളെ അവിടെ കൊടുന്ന് ഇരുത്തി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ അവള് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവള് വേറെ താമസിച്ചു. പിന്നീട് അവൾക്ക് അവിടെ നിന്ന് വയ്യാണ്ടായി. അത് പോയത് എങ്ങനെയാണെന്നറിയോ? വേറെ ആരോ ഒരു ഭർത്താവിനെ ഇറങ്ങുകയാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ ഷാജി അറിയാലോ, ഭർത്താവ് മരിച്ച 5 മക്കളുള്ള വിധവായിട്ടുള്ള ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് ഇവർ ആദ്യമായി രംഗത്ത് വരുന്നത് അല്ലെ. അന്ന് ഇവർക്ക് യൂട്യൂബിലൊക്കെ ഭയങ്കരമായ രീതിയിലുള്ള സപ്പോർട്ട് ലഭിക്കുകയും ഭയങ്കരമായിട്ടുള്ള റീച്ചിലേക്ക് ഇവർ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പതിയെ ഇവർ ഭയങ്കര ഫ്രോഡാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ്. എന്നിരുന്നാലും ഈ അടുത്ത കാലത്ത് ഇവരുടെ ഏറ്റവും പുതിയ ഇര എന്ന് പറയുന്നത് ഇവരുടെ ഉമ്മയായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ നിരന്തരമായി സ്വന്തം ഉമ്മാക്കെതിരെ ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യമായി ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉമ്മാക്ക് എന്നോട് തീരെ സ്നേഹമില്ല, എന്നോട് ഭയങ്കരമായി പക്ഷാപാതം കാണിക്കുന്നു, എന്റെ ഉമ്മാക്ക് എന്നെക്കാളും സ്നേഹം എന്റെ അനുജത്തിമാരോടാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടായിരുന്നു ഇവർ ആദ്യം ഉമ്മാക്കെതിരെ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. പിന്നീട് നിരന്തരമായി ഉമ്മാക്കെതിരെ ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ അവസാനം ഉമ്മ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയെന്ന് വരെ ഇവർ പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ ഉമ്മാന്റെ സഹോദരന്റെ മകൻ തല്ലിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ശരീരത്തിൽ ഏത് പാടൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്വന്തം ഉമ്മയെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുന്ന പരിപാടിയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഷാജി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പോഴെല്ലാം ഷാജിദയുടെ ഉമ്മാക്ക് എന്താണ് പറയാനുള്ളത് എന്നൊന്നും നമ്മൾ കേട്ടിട്ടില്ല അല്ലെ. എല്ലാറ്റിനും ഒരു മറുവശം ഉണ്ടല്ലോ. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഷാജിദയുടെ ഉമ്മ ഇന്ന് രാവിലെ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അവരോട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് ഇവിടെ വെക്കാം. അവരെന്നോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തത് പ്രകാരമാണ് കേട്ടോ ഞാൻ ഈ വോയിസ് റെക്കോർഡ് പുറത്തു വിടുന്നത്. ഏകദേശം ഒരു 21 മിനിറ്റോളം വരുന്ന ഒരു വോയിസ് റെക്കോർഡാണ്. നിങ്ങളൊന്ന് കേട്ടു. ഞാൻ ഷാജിദാന്റെ മാപ്പിള മരിച്ചിട്ട് ഷാജിദാന്റെ മാപ്പിള മരിച്ച് ഞാൻ ഇവിടെ കൊടുന്ന് ഇരുത്തി 2 കൊല്ലാവാൻ പോകുന്നു. നമ്മുടെ ഇനിയൊരു എതിദീനം വരുമ്പോഴേക്കും 2 കൊല്ലം തകയും. അതിന്റെ ഇടയിൽ അവളെ അവിടെ കൊടുന്ന് ഇരുത്തി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോ അവള് ഇവിടുന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവള് വേറെ താമസിച്ചു. പിന്നീട് അവൾക്ക് അവിടെ നിന്ന് വയ്യാണ്ടായി. അത് പോയത് എങ്ങനെയാണെന്നറിയോ? വേറെ ആരോ ഒരു ഭർത്താവിനെ ഇറങ്ങുകയാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ ഞങ്ങൾ ഇനി ഞാൻ ഇവിടെ കയറ്റില്ല, ഇനി നീ എന്റെ വീട്ടിൽ വരും വേണ്ട ഞാൻ പറഞ്ഞപ്പോ ഈ കുട്ടികളൊക്കെ വന്ന് ഒരേ കരച്ചിലും, ഉമ്മ ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ഉമ്മ, ഉമ്മാനെ കയറ്റണ്ട, ഞങ്ങളെങ്കിലും കയറ്റും ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ സമ്മതിച്ചൊന്നുമില്ല. എന്റെ മക്കളെ എന്താ ചെയ്യുന്നിട്ട് ചെയ്തോളി എന്ന് ഞാൻ പറഞ്ഞു. 5-6 മക്കളെ ഞാൻ 4-5 മക്കളാണ്, 5 ഞാൻ പാഴാക്കണ്ട എന്തിനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുത്തി. അവളും വന്നു. അവള് വന്നിട്ട് ഞാൻ അവളെ സ്വീകരിച്ചില്ല. എന്റെ അനിയത്തിയും കൂടി, അവളുടെ അനിയത്തിയും എന്റെ അനിയത്തിയും കൂടിയാണ് ഇവിടെ വന്നോളാൻ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് അവള് വന്നത് കുറച്ച് ദിവസം ഞാൻ മുണ്ടാണ്ടായപ്പോ ഇവിടെ കൈ മുറിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇവിടെ കൈ അങ്ങനെ മുറിച്ച് 10-11 തുന്നലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി കൊണ്ടുപോയി അവളെ അതൊക്കെ തുന്നി കൊടുന്ന് വീണ്ടും അതൊരു 10-11 ദിവസം 21 ദിവസം ആകുമ്പോഴേക്കും വീണ്ടും വിഷം കുടിച്ചു. വിഷമല്ല, ഈ ഇതില്ലേ എന്താ പറയാ, ഉറക്കുളിയ. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? എനിക്ക് ഞാൻ പറഞ്ഞുതരാം. ഉറക്കുളിയ അവള് കഴിച്ച് എന്തിനാ ചെയ്യുന്നത് അവൾക്ക് മാത്രം പഠിത്തം എനിക്ക് അറിയുള്ളൂ. ഉറക്കുളിയ കഴിച്ച് അതിൽ ഞാൻ ഒരു തവണ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പിന്നെ വീണ്ടും തിരിച്ചു വന്നല്ലേ? ഇറങ്ങിപ്പോയത് എങ്ങനെയാണെന്നറിയോ? അവൾക്ക് 6 ലക്ഷം കൊടുത്തിട്ട് ഒരു ചെക്ക പൊന്നാനി എവിടെയോ ഉള്ള ഒരു ചെക്ക ഇറക്കി കൊണ്ടുപോയതാണ് വീട്ടിൽ നിന്ന്. അത് എനിക്കറിയില്ല. അത് ഇവള് കെട്ടാൻ പോണ ചെക്കനാണെന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഇവനെ ഇറക്കി കൊണ്ടുപോയി അവന്റെ ആവശ്യങ്ങൾ ഒരു 10-15 ദിവസമൊക്കെ അവളുടെ കൂടെ ഇരുന്ന് പിന്നീട് അവന്റെ ഉമ്മാന്റെ അടുത്ത് പോയി. പിന്നെ അവൻ നിക്കാഹിനാണ് പറഞ്ഞ് പോയി. നിക്കാഹ് കഴിച്ചില്ല. പിന്നെ ഇവൾക്ക് അങ്ങനെ ഭ്രാന്ത് പോലെയൊക്കെ ആയി. പിന്നെ അവരുടെ പണം തിരിച്ചു വാങ്ങി അവർക്ക് ആ വ്യക്തിന്റെ കൂടെയുള്ള വീഡിയോസ് ഒക്കെ ആണ് അവർ യൂട്യൂബിൽ ഇട്ടത്? ഇല്ല, അത് വേറെ ചെക്ക എന്നതിന് ശേഷം കിട്ടിയതാണ്. അത് ഇവിടെ അല്ലേ കാസർഗോഡുള്ളയൊക്കെ. കാസർഗോഡുള്ള ചെക്ക, ഈ ചെക്കന്റെ കഴിഞ്ഞതിന് ശേഷം ഈ ചെക്ക ഇട്ടിട്ട് പോയപ്പോ കാസർഗോഡുള്ള ചെക്ക ആദ്യമായിട്ടുള്ളതാണ്. അത് എന്റെ മരുമകളിലും ഇവിടെ ഉള്ളതാണ്. അവരായിട്ട് എന്താണ് ഫ്രണ്ട്ഷിപ്പ് മാത്രമാണോ? ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഇവള് പറയുന്നത്. പക്ഷെ ഇവളുടെ കഥ എന്താന്നുള്ളത് ഞമ്മക്കൊന്നും അറിയില്ല. ഇവളുടെ പിന്നാലെ നമ്മള് പോണൊന്നുമില്ലല്ലോ. ഇവള് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ 5 മക്കളെ എന്റെ അടുത്ത് ഇട്ടിട്ട് ഇവിടെ ഇറങ്ങി പോകും. ഇറങ്ങിപ്പോയി ഇവിടെ 5 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരിക. പോക്ക് എന്ത് പറഞ്ഞിട്ടാ പോണ്, വീഡിയോ എടുക്കാനാണ് എന്നാണ് പറഞ്ഞിട്ടാ പോവുക. അത് കോഴിക്കോട് പോകും, പിന്നെ കാസർഗോഡ് പോവും, തൃശ്ശൂര് പോവും, മറ്റേ എറണാകുളം പോവും, വയനാട് പോവും. ഇന്ന സ്ഥലമാണൊന്നും ഇല്ല അവൾക്ക്. അപ്പൊ
ഈ വരുന്നവർക്ക് ഈ 5 മക്കളെ മദ്രസയിൽ വിടല്, സ്കൂളിൽ വിടല്, അതിൽ രണ്ട് മക്കളെ അവിടെ എത്തിക്കാനി കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ 3 മക്കളെ മദ്രസയിൽ വിടലും സ്കൂളിൽ വിടലും അതുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും എല്ലാം ഞാൻ തന്നെ. ഇവൾക്ക് അടക്കം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കലും ഞാനായിരുന്നു. ഇത് എല്ലാം കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞാൻ എന്ത് കാട്ടി, അങ്ങനെ ഇവള് ആസ്പത്രിയിൽ കൊണ്ടുപോയി 4 പ്രാവശ്യം ഞാൻ 3 പ്രാവശ്യം ഞാൻ മെഡിക്കൽ കോളേജിൽ ഇവിടെ കൊണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഇവിടെ ഒരിക്കൽ ഭക്ഷണം കുടിച്ചു. പിന്നെ നമ്മുടെ ഈ ബാത്റൂം കഴുകണ ഈ എന്തുകൊണ്ടൊക്കെ അത് കഴിച്ചു. അതിൽ ഞാൻ രക്ഷപ്പെടുത്തി. പിന്നീട് ഇവൾക്ക് കഴുത്തിലൊരു തൈറോയിഡിന്റെ മുഴ വന്നിട്ടുണ്ടായിരുന്നു. അത് മറ്റേ എന്താ പറയുക ജൂബിലിയിൽ കൊണ്ടുപോയി അത് ഓപ്പറേഷൻ കഴിഞ്ഞു. അങ്ങനെ 3-4-5 പരിപാടി ഇവള് കഴിച്ചവളാണ്. അത് എല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ശരി ഇവളിങ്ങനെ പോകുന്നുണ്ടല്ലോ. അപ്പൊ ഇവളുടെ പോക്ക് നിലയ്ക്കാൻ വേണ്ടി ഞാനിത് കെട്ടി എന്റെ തറവാട്ടിലേക്ക് പോയി 1 മാസം. നമ്മുടെ നോമ്പ് കഴിഞ്ഞില്ലേ, ഈ നോമ്പിന് 1 മാസം ഞാൻ അവിടെ പോയിരുന്നു. അപ്പൊ അതുവരെയ്ക്ക് ഇവളുടെ ഡ്രസ്സുകൾ തിരുമ്പല്, കുട്ടികളെ നോക്കല്, എല്ലാ പരിപാടി ഞാനാണ്. ഇവിടെ ഒന്നിലേക്കും വരില്ല. ഇവിടെ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഓരോന്ന് ഇടലും ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഞാൻ പറയും എന്റെ എടുക്കണ്ട. എനിക്ക് ഇവിടെ മാത്രമല്ല, എനിക്ക് ഇനി 2 മക്കളുണ്ട് വേറെ. അപ്പൊ അവർക്ക് മരുമക്കൾക്ക് അതൊന്നും ഇഷ്ടമല്ല, കാണാനൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ആയി 1 മാസം കഴിഞ്ഞ് ഞാൻ പെരുന്നാൾക്ക് ഞാൻ എന്റെ വീട്ടിൽ വന്നു. അപ്പൊ ആ വീട്ടിൽ ഞാൻ എളാപ്പാന്റെ ഒരു മകന്റെ വീട്ടിലേക്കാണ് പോയി. അവനും അവന്റെ ഭാര്യ ഉമ്മറയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു താത്ത 1 മാസം കാര്യം താത്ത അവിടെ വരണം, അവിടെ നിക്കണം പറഞ്ഞു. അപ്പൊ ഞാൻ 1 മാസം അവിടെ പോയി നിന്നിട്ട് നമ്മുടെ പെരുന്നാളായപ്പോ അവിടെ എന്ത് പറഞ്ഞു, എന്റെ അടാപ്പാന്റെ മരുമകൾ എന്ത് പറഞ്ഞു, താത്ത കുട്ടികളൊക്കെ വരില്ല, അതുകൊണ്ട് താത്ത 10 ദിവസം ലീവ് എടുത്ത് പൊയ്ക്കോളിയും പറഞ്ഞു. അങ്ങനെ ആ ലീവില് 10 ദിവസം ഇവിടെ വന്ന് മക്കളുടെ അടുത്ത് നിൽക്കാവറിന് വന്നു. അങ്ങനെ വന്നപ്പോ എന്റെ മക്കള് പെരുന്നാളായിട്ട് 2 മക്കളും വന്ന് പെരുന്നാൾക്ക് ഒരു ദിവസം ഒന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ നോമ്പായിട്ട് എനിക്ക് നിറയെ സാധനങ്ങൾ ചാവക്കാട് നിന്ന് കിറ്റടക്കം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും കിറ്റ് കിട്ടിയില്ല, ചാവക്കാട് നിന്നും കിറ്റ് കിട്ടിയില്ല. പിന്നെ എനിക്ക് നിറയെ പൈസകളൊക്കെ ഇവിടെ എനിക്ക് കിട്ടിയില്ല. എനിക്കിവിടെ ആരും കൊടുന്നേരമല്ല, ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ എല്ലാ പണിക്കും പോയിട്ടാണ് ഞാൻ 3 പെൺകുട്ടികളാണ്. ഈ 3 പെൺകുട്ടികളെ പഠിപ്പിച്ചതും അവർക്ക് വേണ്ട ഡ്രസ്സ് എടുക്കലും അവർക്ക് ഭക്ഷണം കൊടുക്കലും അതൊക്കെ ഞാനാണ്. അവരുടെ വാപ്പ ഒന്നിനും വരില്ല, വാപ്പ ഒന്നും തരില്ല. ഒരു ഫ്ലൈറ്റ് പെൻസിൽ അടക്കം അവളുടെ വാപ്പ വാങ്ങി തന്നിട്ടില്ല. ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്. ചെയ്ത് എന്റെ ആങ്ങളെയാണ് കെട്ടിക്കൊടുത്തത്. എന്റെ വയനാടുണ്ട് ഒരു ആങ്ങള, വയനാടല്ല ഇവിടെ ചാവക്കാട് ഒരു ആങ്ങളുണ്ട്, അവനാണ് ഈ 3 ആളിനെയും കെട്ടിക്കൊടുത്തതും എല്ലാം. ബാക്കി കെട്ടിക്കൊടുത്തതെല്ലാം മുതൽ കൊടുത്ത് കെട്ടിച്ചാവും, ബാക്കിയൊക്കെ ഞാനാണ് നോക്കിയിരിക്കുന്നത്. പിന്നെ ഒരു സത്യം, നമ്മളുടെ മാപ്പിള എങ്ങനെയാണെന്നറിയോ, ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാല് അതിനുള്ള ചെലവൊക്കെ എനിക്ക് കൊടുന്നു തരൂട്ടോളെ, അതില്ലാന്ന് ഞാൻ പറയില്ല. ഞാൻ ഒറ്റയ്ക്കല്ലേ, ഉമ്മ പണിക്ക് പോയിട്ടില്ല, ജീവിക്കുന്ന വേണ്ട, കുട്ടി എല്ലാം കൊടുന്നു തരും. അതുകൊണ്ട് ഞാൻ അവനെ ഒരിക്കലും കുറ്റം പറയില്ല. അങ്ങനെ ആയിട്ട് ഇവളിങ്ങനെ ആള് പാവാണ്, അത് പാവാണ്. പാവം പറഞ്ഞ നിങ്ങള് ഉപ്പാനെ കൊറേ കഷ്ടപ്പെടുത്തിയിരുന്നുള്ള ലെവലിൽ അവള് പറയണ്ടല്ലോ വീഡിയോയിൽ വന്നിട്ട്. അയ്യേ ഉപ്പാന്റെ കഥ എങ്ങനെയാണെന്നറിയോ, ഉപ്പ ഒരു സുഖമില്ലാത്ത ആളാണ്. ഉപ്പാക്ക് ഒരു മാനസ്യം പോലെയാണ് ആള്. അത് എന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ആർക്കും അറിയില്ല ഇയാളിങ്ങനെയുള്ള ആളാണ്. കണ്ടാൽ നല്ലൊരു മനുഷ്യനാണ്, അവളുടെ മാതിരി തന്നെ കണ്ടാൽ നല്ലൊരു മനുഷ്യനാണ്, സാജിദാനമായുള്ള ഒരാളാണ്. അപ്പൊ എല്ലാവരും ഇവിടെ എന്റെ വീട്ടിൽ എനിക്ക് 6-7 ആങ്ങളാരുണ്ട്, 2 ഏട്ടത്തിമാരുണ്ട്, ഒരു അനിയത്തിയുണ്ട്. അവരൊക്കെ പറഞ്ഞു ഇന്നല്ലെങ്കിൽ നാളെ നേരാവും, പോട്ടെ അത് ശരിയാവും പറഞ്ഞിട്ട് അങ്ങനെ മൂപ്പരിനെ വിട്ടിട്ട് പിന്നെ മൂപ്പര് നേരാവേണ്ട വഴിയില്ല. അപ്പൊ ഞാനും കേട്ടിപ്പോ നമുക്കാണെങ്കിൽ 2-3 മക്കളുമായി. ഞാൻ മൂപ്പരുടെ വീട്ടിലൊന്നും പോയി ഇരുന്നിട്ടില്ല. ഞാൻ എന്റെ വാപ്പാന്റെ വീട്ടിൽ എനിക്ക് സ്ഥലം വാപ്പ തന്ന, അതിലെ 2 ആങ്ങളാര് എനിക്ക് വീട് വെച്ച് അതിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ പണിക്ക് പോയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മൂപ്പര് വന്നാൽ എന്നെ തെറി പറയും. എനിക്ക് ഈ തല്ല് കിട്ടാൻ ഞാൻ വാങ്ങിക്കും, പക്ഷെ ഈ തെറി പറയണത് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കേൾക്കില്ല. അപ്പൊ എന്ത് പറഞ്ഞു, അപ്പൊ എന്റെ അനിയൻ എന്ത് പറഞ്ഞു, നീ എന്താ അങ്ങനെ വരുമ്പോ ഉള്ള തെറി പറയുന്നത്, നിനക്ക് ഞാൻ അതൊന്ന് വെച്ചിട്ടുണ്ട് കണ്ട് അവനൊരടി കൊടുത്തു. ആ അടി കൊടുത്തതിന് ശേഷം മൂപ്പര് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്റെ ഓർക്ക് വരണ്ട, എന്നെ അങ്ങനെ തെറി പറയല്ലേ, എന്റെ ഓർക്ക് വരണ്ടെന്ന് ഞാനും പറഞ്ഞു. അപ്പൊ മൂപ്പരാണെങ്കിൽ സുഖമില്ലാത്ത ഒരാള് വീട്ടിൽ വന്നാൽ TV ഇടും, കറണ്ട് ലൈറ്റ് കത്തിക്കും, വാതിൽ തുറന്നിടും, അങ്ങനെയുള്ള ഓരോ ഇത് ചെയ്യണാണ്. ശരി പറഞ്ഞ മൂപ്പരിപ്പോ എന്നെ വിട്ടുപോയിട്ട് ഒരു 27-28 കൊല്ലായിട്ടുണ്ടാവും. പക്ഷെ ആള് വരുന്നുണ്ട്, ആളെ എപ്പോഴെങ്കിലും ചെയ്യണ വരും. ഇവിടെ ഉണ്ട്. മൂപ്പര് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല, അതൊക്കെ എന്റെ വീട്ടുകാരെന്നെ നോക്കിയായിരുന്നു. പിന്നെ ഇപ്പൊ എന്താണ് കുട്ടി
വാപ്പാന്റെ കഥ അങ്ങനെയാണ്. വാപ്പാന്റെ കഥ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവളിപ്പോ എന്താ ചെയ്യുന്നത് അറിയോ? ഇവള് 2 അനിയത്തിമാര് വരണം. എന്റെ കുട്ടികൾ വന്നപ്പോ ഇവള് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റില്ല, ഞാനാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്, അതിൽ ഉമ്മാക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഇരിക്കുക, അല്ലെങ്കിൽ അനിയത്തികൾ രണ്ടാൾക്കും വീടുണ്ട്, 2 വീട്ടിലിരിക്കുക, എന്റെ വീട്ടിൽ വരാൻ പാടില്ല പറഞ്ഞു. അപ്പൊ ഇവിടെ എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചു, എനിക്ക് ഈ വീട് റൈസാക്കി തരുമോ ചോദിച്ചു. അത് എന്റെ പേരിലാണ് വീട് വരുന്നത്. അവളുടെ വാപ്പ എന്താണ് എനിക്ക് അതിൽ തന്നിറക്കുന്നത്, അവളുടെ വാപ്പാന്റെ പേരുണ്ട്. അത് എങ്ങനെ 2000 രൂപ 3000 രൂപ അന്ന് റൈസ് ചെയ്യാൻ വേണ്ടി അവളുടെ വാപ്പ തന്നു. അപ്പൊ ശരി എന്റെ ആങ്ങളാരെന്ത് പറഞ്ഞു, ഒന്ന് ശരി മൂപ്പന്റെ പേരും ഇരിക്കട്ടെ പറഞ്ഞു. അങ്ങനെ 2 കൂടി എന്റെ കഴിച്ചിട്ടാണ് മൂപ്പരിക്കുക, എന്റെ വാപ്പാന്റെ സ്ഥലമാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികളെ വരാം, എന്റെ മക്കൾ എപ്പോഴെങ്കിലും വരുള്ളൂ, വന്നാൽ ഒരു 4 ദിവസം നിൽക്കുക അല്ലെങ്കിൽ 10 ദിവസം നിൽക്കുക, അങ്ങനെ നിന്ന് അവർ പോവുകയും ചെയ്യും. ഇവളുടെ ചെലവിലൊന്നല്ല, ഇവളിപ്പോഴല്ലേ വന്നുകൂടിയത്. ഈ 10-35 കൊല്ലം എന്റെ മക്കളെ ഞാനല്ലേ നോക്കിയത്. ഞാൻ ഈ തൊഴിലുറപ്പിന് പോയിട്ട് ആരെങ്കിലും എന്തെങ്കിലും വേറെ പണിക്ക് വിളിച്ചിട്ടോ അങ്ങനെയാണ് ഞാൻ എന്റെ മക്കളെ നോക്കി വളർത്തിയതും അതിനെ പ്രസവിച്ച് പറഞ്ഞതും എല്ലാം ഞാൻ അങ്ങനെയാണ്. അതങ്ങനെ പോട്ടെ, അതൊന്നും സാരമില്ല, അതൊക്കെ പോട്ടെ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞതല്ല കുട്ടി. അങ്ങനെ എന്ത് പറഞ്ഞു. അപ്പൊ ഇവിടെ വരാൻ പാടില്ല പറഞ്ഞു. ഈ കുട്ടി രണ്ടാമത്തെ ചെറിയ കുട്ടി പെൺകുട്ടിയെ കരഞ്ഞിട്ട് പോയി. 2ാം പെരുന്നാൾക്ക് അവളുടെ മാപ്പിള വിളിക്കാൻ വന്നു, വരാൻ പറഞ്ഞു, വിളിക്കാൻ വന്നു. ആ കുട്ടി കരഞ്ഞിട്ട് പോയി, എന്റെ വീട്ടിൽ എനിക്ക് 10 ദിവസം നിൽക്കാൻ പറ്റിയില്ല, സ്കൂൾ പൂട്ടിയിട്ട് വന്നതാണ്, സ്കൂൾ പൂട്ടിയിട്ട് 10 ദിവസം നിൽക്കാൻ പറ്റിയില്ല, അവരുടെ കുട്ടി കരഞ്ഞിട്ട് പോയി. അങ്ങനെ അതങ്ങനെ കഴിഞ്ഞ് പിന്നെ 2ാമത്തെ കുട്ടിയും വീട്ടിലുണ്ട്. 2ാമത്തെ കുട്ടിനെ അതേപോലെ ഇവിടെ കാണിക്കാൻ തുടങ്ങി. ഇറങ്ങടി ഇവിടുന്ന്, തോടി ഇവിടുന്ന്, നീ ഇവിടെ ഇരിക്കണ്ടീ, നിങ്ങൾ നിങ്ങളുടെ മാപ്പിളാരോടെ പോയി ഇരിക്കടി. ഞാനും ഇവിടെ മാപ്പിളുടെ അവിടെ തന്നെ കൊടുത്തു. ഇവിടെ നാവ് ശരിയില്ലാത്ത കാരണം ഇവിടെ അവിടുന്ന് ഇവിടെ വന്ന് ഇരിക്കണുള്ളൂ. ശരി കുട്ടി, എന്തോ ആയിക്കോട്ടെ, വാടക വീട്ടിൽ പോകണ്ട, ഇതുവരെ എന്റെ മരുമകൻ ഉണ്ടായിരുന്നു, ഇനി അവള് വാടക വീട്ടിൽ ഇരിക്കേണ്ട, ഇവിടെ ഇരുന്നോട്ടെ പറഞ്ഞ് എന്റെ വീട് ചെറിയൊരു പെരയാണ്, ഒരു 2 റൂമും ഒരു അടുക്കളയും മാത്രം, ഒരാളും മാത്രമേ ഉള്ളൂ. അതിലെന്നാ ഞാൻ അന്ത്യോളം വീട്ടിലുണ്ടാവില്ല, എന്നാ ഇവളും മക്കളും വീട്ടിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ച. എന്റെ കുട്ടിയെ ഇപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയാം. അവളിപ്പോ എന്നെ അടക്കം അവിടെ നിന്ന് ഇറക്കി വിട്ടു, ആ മക്കളിനെ ഇറക്കി വിട്ടു, എന്നെ ഇറക്കി വിട്ടു. ഇപ്പൊ ഞാൻ എന്ത് കാട്ടി, പുറത്ത് പോയാലും വീട്ടിൽ വരുമ്പോഴേക്കും ഇവിടെ വാതിൽ കൂട്ടിയിട്ടുണ്ടാവും. ഇവിടെ ആ സൈഡും വാര് കൂട്ടാം, ഈ സൈഡും വാര് കൂട്ടാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്നിട്ട് ഞാൻ കേസൊക്കെ കൊടുത്ത് അവര് പറഞ്ഞു, ഉമ്മാന്റെ വീടല്ലേ, ഉമ്മാക്ക് വീട് എന്ത് വേണമെങ്കിൽ ചെയ്യാ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കൂട്ട് തല്ലി പൊളിച്ച് അങ്ങനെ കടന്ന് ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഇരുന്ന് കഴിക്കുമ്പോഴേക്കും ഉമ്മയും മക്കളും രാത്രി 10 മണി 12 മണിക്ക് വന്നപ്പോ ഇവര് വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെ ഉള്ളു കയറിയോ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ തല്ലി പൊളിച്ച് കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേപോലെ ഞാൻ ഒരു ദിവസം അനിയത്തിനോട് വന്ന് തിരിച്ചു പോകുമ്പോഴേക്കും ഉമ്മയും മക്കളും ഇതേപോലെ കൂട്ടിയിട്ട് പോകുക പറഞ്ഞാൽ എനിക്കൊരു കല്യാണം അച്ചാറുണ്ടായിരുന്നു. ആ കല്യാണത്തിന് പോകാൻ വേണ്ടി എനിക്ക് ഡ്രസ്സ് എടുക്കണേ, ഉള്ളിൽ കയറണ്ടേ. അപ്പൊ ഞാൻ സത്യം ചെയ്തു. എന്ത് ചെയ്തെന്ന് പറയാം, ഞാൻ ഓട് പൊളിച്ച് ഞാൻ ഉള്ളിൽ കോണി വെച്ച് ഞാൻ ഇറങ്ങി എന്റെ ഡ്രസ്സ് എടുത്ത് ഞാൻ വെളിയിൽ വന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തപ്പോ ഇപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്, 2 സൈഡും പൂട്ടി വെക്കുക. ഉമ്മറ വാതിലും പൂട്ടി, അടുക്കള വാതിലും പൂട്ടിയാ എന്ത് ഞാൻ ചെയ്യും? നിങ്ങളൊന്നും പറഞ്ഞേരി, എന്താ ഞാൻ ചെയ്യാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോഴും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാണ് കണ്ടിന്യൂസ്ലി. ഇപ്പൊ നിങ്ങൾ പുറത്തു പോകുമ്പോഴൊക്കെ ഇവർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കാണ്. ഞാൻ പുറത്തു പോയിട്ട് ഞാൻ മഴ നനഞ്ഞ് വരികയാണ്, പണി മാറ്റി മഴ നനഞ്ഞ് നമ്മുടെ ഡ്രസ്സ് എടുക്കുക കുളിക്കാന്ന് പറഞ്ഞ് നമ്മൾ വരുമ്പോഴേക്കും ഈ വാതിൽ പൂട്ടിയാ. ഞാൻ വയസ്സായ ഒരു സ്ത്രീയാണ്, ഞാൻ 10-60 വയസ്സാവാനായി. 60 ഉദ്ദേശം എന്താണ്? നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെന്നോ? അവൾക്ക് ഉദ്ദേശം ആ വീട് അവൾക്ക് കിട്ടണം. അതെങ്ങനെ ഞാൻ കൊടുത്തു? എന്നാ ഞാൻ പറഞ്ഞു കുട്ടി, ഞാൻ പറഞ്ഞു എന്നാ നീ അവർക്ക് 2 ആൾക്കുള്ള അവകാശം കൊടുത്തോ, ഞാൻ നിന്റെ പേരിൽ ഞാൻ രജിസ്റ്റർ ആക്കി തരാ പറഞ്ഞു. അത് പറ്റില്ല, അവർക്ക് ഒരു പൊട്ട് മുതലും കൊടുക്കില്ല. അതെങ്ങനെ നടക്കും? മൃഗമാനുള്ള അവകാശം അവർക്കും ഇല്ലേ? ഇപ്പൊ അവളുടെ അവകാശം ഞാൻ അവളെ അതിൽ കൊടുത്തു എന്ന് വെച്ചാൽ അവളെ എന്നെ അതിൽ ഇരുത്ത കുട്ടിയെ എന്നെ ഇരുത്തില്ല. 3 ദിവസം അവളെ എന്നെ അതിൽ ഇരുത്തില്ല. ഇപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നറിയോ, ഞാൻ വാതിൽ തുറന്നാലും പുറത്ത് പോയി അതിൻ്റെ ഉള്ളിൽ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കടന്നായിരുന്നു. അങ്ങനെ കാട്ടിയാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി ഇരുന്നായിരുന്നു. ഇപ്പൊ ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത് അറിയോ, എന്റെ ചെറിയ കുട്ടിന്റെ 2ാമത്തെ മോളുടെ ഗ്രൈൻഡർ നേരക്കാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഗ്രൈൻഡർ, എന്റെ മിക്സി, പിന്നെ എന്റെ പാത്രങ്ങൾ ഫുള്ളും എല്ലാം എടുത്തുകൊണ്ട് ഇവിടെ വിറ്റിറക്കുന്നു. ഒന്നുമില്ല അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മള് ഭക്ഷണം ഉണ്ടാക്കിയെങ്കിലോ അടുപ്പ് ഫുള്ള് വെള്ളം നിറച്ച് വെക്കുക അടുപ്പില്. ഉപദ്രവിക്കാവുന്നതിനെ മാക്സിമം ഉപദ്രവിക്കല്ലേ. ഞാൻ പുറത്ത് പോകാൻ വേണ്ടിട്ട്, എന്നാലല്ലേ ഞാൻ പുറത്ത് പോവുള്ളൂ. അതിന് വേണ്ടിട്ട് അടുപ്പിൽ വെള്ളം നിറച്ച് വെച്ചപ്പോ ഞാൻ എന്ത് കാട്ടി, പണിമാറ്റി വന്നു, എനിക്ക് അരി ഇടാൻ വഴിയില്ല. അപ്പൊ ഞാൻ ഗ്യാസിൽ വെച്ചപ്പോ ഇവിടെ എന്താ കാട്ടി, ഗ്യാസ് അവള് നിറച്ചത് തന്നെ ശരി, പക്ഷെ 2 കുറ്റി ഗ്യാസ് എന്റെ കഴിഞ്ഞതിന് ശേഷമാണ് അവൾ 1 കുറ്റി ഗ്യാസ് നിറച്ചത്. അപ്പൊ ഈ ചെക്കല്ലേ, അവളുടെ മൂത്ത ചെക്കൻ 10-15 വയസ്സായി കുട്ടി. ഞാൻ ഇന്ന് ഈ 5 മക്കൾ ഇന്ന് ഇത്ര നേരം അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നുള്ളത് ഞാൻ ആ മക്കളെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ മക്കളെ എന്നെയും പറഞ്ഞിട്ടില്ല, അതിന് വേണ്ട പറയാ. അങ്ങനെ ഈ കുട്ടി എന്താ കാട്ടി, ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഈ ഗ്യാസിനെ നിർത്തി.
നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞുടാ എന്നോട് ഗ്യാസ് നിർത്തി ചോദിച്ചു. വേണ്ട ഗ്യാസ് കത്തിക്കണ്ട, അടുപ്പ് കത്തിക്കുകയും പറഞ്ഞു. എടാ അടുപ്പിൽ നിന്റെ അമ്മ വെള്ളം നിറച്ച് വെച്ചില്ലേ, പിന്നെ എങ്ങനെ ഞാൻ ഗ്യാസ് കത്തിക്കുക ചോദിച്ചു. നിങ്ങൾ അടുപ്പിലല്ലേ കത്തിക്കുന്നത് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഞാൻ ഗ്യാസ് കത്തിച്ചപ്പോൾ വീണ്ടും വന്ന് കെടുത്തി. ശരി, ഞാൻ ആ ചോറിന് ഊറ്റിയും കൊണ്ട് അങ്ങനെ വെച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ അനിയത്തിനോട് വന്നു. എന്നിട്ട് ഈ ചെക്കൻ പറയാണ് കുട്ടികളുള്ളതാണ്. ഏത് കുട്ടി? ഒരു കുട്ടിയില്ല. എനിക്ക് 9 പേരക്കുട്ടികളുണ്ട്. ഈ 3 മക്കൾക്ക് കൂടി 9 പേരക്കുട്ടികളുണ്ട്. ഈ 9 പേരക്കുട്ടികൾ അവിടെ വളർന്ന മക്കളാണ്. ഇന്ന് ഇത്ര നേരം ഞാൻ തീരിടെ വെള്ളത്തിലിടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതിനൊക്കെ ഞാനാണ് നോക്കിയതും വളർത്തിയതും ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തത്. മക്കളുടെ വഴി നോക്കി പോകും. പ്രത്യേകിച്ചും ഇവിടെ ഇങ്ങനെ നടക്കുക തന്നെ. കാസർഗോഡും കോഴിക്കോടും ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ നടക്കുക. 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ വീട്ടിൽ വരിക. അത് നമുക്ക് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ പറയും എന്റെ വൈദ്യപ്പഴത്തിന് പോവുകയാണ്, എന്റെ മക്കളെ പലത്താൻ പോവുകയാണ് എന്ന് പറയും. ഒന്നും ചോദിക്കാൻ പാടില്ല. വരുമ്പോൾ ഇവിടെ ആണുങ്ങൾ വരുമ്പോൾ ആണുങ്ങൾ ഞങ്ങളുടെ അവിടെ 4 കുറേ ആൺകുട്ടികളുണ്ട്. അവരൊന്നും രാത്രി 7 മണി കഴിഞ്ഞാൽ പുറത്തു പോയില്ല. അവർ 7 മണി 8 മണി ഉള്ളിൽ അവർ വീട്ടിൽ കയറും. ഇവിടെ രാത്രി 11 മണി 12 മണി 1 മണിക്കൊക്കെ ഇവിടെ കയറി വരിക. അതിന് കെട്ടും കാവലായിട്ട് ഞാൻ അവിടെ ഇരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ ഇറങ്ങി അങ്ങനെ ഇറങ്ങി. ഇപ്പൊ വീണ്ടും ഇപ്പൊ എന്താ പറയുന്നത്, ഈ പാത്രങ്ങൾ കൊടുത്താൽ ഞാൻ എങ്ങനെ വെച്ചുണ്ടാക്കുമെന്ന് പറയും. പിന്നെ എന്റെ TV 2 ടിവികൾ ഞാൻ കേടുവന്നിരിക്കണം. ആ 2 ടിവിന് ഇവിടെ പുറത്തെറിഞ്ഞു. പിന്നെ 2 TV പുറത്തെറിഞ്ഞു. എന്റെ ചെറിയ മകൾ ഒരു ഡിഷ് വാങ്ങി വെച്ചിട്ട് ആ ഡിഷിന് പുറത്തേക്ക് എടുത്തെറിഞ്ഞു. അതൊക്കെ പൊട്ടി നാശമായി. പിന്നെ പാത്രങ്ങൾ കംപ്ലീറ്റ് എറിഞ്ഞു. പുറത്ത് കംപ്ലീറ്റ് പാത്രങ്ങൾ ഫുള്ള് 4 പുറമാണ്. ശരിക്കും നിങ്ങൾ അവിടെ വീഡിയോ എടുക്കണം. അങ്ങനെയാണ് കിടക്കണ വീട്. അതൊക്കെ എറിഞ്ഞു. പിന്നെ എന്റെ ടേബിളുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ടു. പിന്നെ അകത്ത് എനിക്ക് TV ഞാനൊരു പണിമാറ്റി വന്നാൽ ഇവരൊക്കെ മൊബൈലിൽ കളിക്കും. അപ്പൊ ഞാൻ എന്ത് കാണിക്കും, ഈ TV എന്റെ TV കിടന്നപ്പോ അനിയൻ്റെോടെ പോയിട്ട് ഒരു TV തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ടാണ്. അത് ഇടയ്ക്ക് ഓഫ് ആവും, എന്നാലും നല്ല TVയാണ്. ഞാൻ അതില് ഈ ഇതൊക്കെ 5 കേബിളൊക്കെ വാങ്ങി അതൊക്കെ ഇട്ട് അത് ഞാനിങ്ങനെ പണിമാറ്റി വന്നാൽ അത് ഞാൻ കടന്ന് ഇരുന്ന് കാണും. അത് നമുക്ക് അസൂയ. കാണണ്ട, 11 മണി വരെ കാണുമെന്ന് 12 മണി വരെ കാണുമെന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് കട്ട് ചെയ്തു. അതിന്റെ ബോക്സ് ഒന്നും കാണാനില്ല. പഴയ ബോക്സും കാണാനില്ല, ചെറിയ ബോക്സും കാണാനില്ല, ഒന്നും കാണാനില്ല. പിന്നെ ഫുള്ളും കട്ട് ചെയ്ത് വിടുകയും ചെയ്തു. ഇതിപ്പോ എല്ലാം ചെയ്തു. അത് മാത്രമാണ് കിട്ടി. അത് മാത്രമാണ്. എനിക്ക് ഇടാനും അടക്കം ഡ്രസ്സില്ല, ഉടുക്കാനും ഇടാനും ഡ്രസ്സില്ല. കംപ്ലീറ്റ് ഡ്രസ്സ് ഇവിടെ എടുത്തിറക്കുക. ഞാൻ അനിയത്തിനോട് പോകുമ്പോഴേക്കും എനിക്ക് നല്ലത് ശരി അവൾ എടുത്തു തന്നില്ല എന്ന് പറയില്ല. ഞാൻ 2 കൊല്ലം അവളെ ഞാൻ നോക്കിയത് എങ്ങനെയാന്നുള്ളത് ഞങ്ങളുടെ അടുത്ത വയലൊക്കെ വന്നാലാണ് ആ പെണ്ണിനെ എങ്ങനെ ഞാൻ നോക്കി. 6 മാസം അവൾ ഇവിടെ മരിക്കാൻ പോവന്നെ. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 3 പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 1 പ്രാവശ്യം ഞാൻ പിന്നെ ഇവിടെ ജൂബിലിയിൽ കൊണ്ടുപോയി. അവിടെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടുത്തി കൊടുന്ന്. എന്നിട്ട് പിന്നെ വേറെയുള്ള പരിപാടികളും ചെയ്ത് എന്തെല്ലാം ഞാൻ ചെയ്ത അവളെ ഞാൻ നോക്കിയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി എന്നെ പെട്രോൾ വെച്ച് കത്തിക്കും അത്ര. എന്ത് പറഞ്ഞിട്ടാ കുട്ടിയെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കുക. ഞാൻ ഇത്ര കാലം ഞാൻ തെണ്ടിച്ച് ഞാൻ 18 വയസ്സ് തുടങ്ങിയ പണിയെടുക്കലാണ്. അന്ന് കാലത്ത് ഞാൻ എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും അനിയന്മാരെയും നോക്കാൻ വേണ്ടി അന്ന് പണിയെടുത്തു. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് 2-3 മക്കളായി അതുകളുടെ തെടിച്ച് നോക്കാൻ വേണ്ടി വീണ്ടും ഞാൻ പണിയെടുത്തു. എനിക്ക് 60 വയസ്സാവാനായി. ഇപ്പോഴും ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഇവൾക്ക് കണ്ടമാനം പാടുണ്ട്, ഇവൾക്ക് കണ്ടമാനം പാടം കിട്ടുന്നുണ്ട്. ഇപ്പൊ അവള് ഉത്തരം എന്താ പറയുന്ന അറിയോ? ഇപ്പൊ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തു കണ്ട് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ട് ഇവിടെ കേസ് വിളിച്ചിട്ട് പോയിട്ടില്ല, അങ്ങോട്ട് വിളിച്ചിട്ട് പോയിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും ഞാൻ പാലക്കാട് പോയി കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. ഇവിടെ പോയിട്ടില്ലെങ്കിൽ ഇനി പാലക്കാട് ഞാൻ കൊടുക്കാന്നുള്ള ഉദ്ദേശമാണ്. പാലക്കാട് കൊടുത്താൽ നമുക്ക് ഇതിനൊരു വഴി നമുക്ക് ജീവിക്കണ്ടേ. എന്ന് നമുക്ക് ഇപ്പൊ ഇങ്ങനെ ആരുടെങ്കിലും ഉമ്മർത്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്റെ അനിയത്തി തന്നെയാണ്. എന്റെ അനിയത്തിയെ സൗകര്യം ഇല്ലാണ്ട് ഇരിക്കുന്ന കുട്ടിയാണ്. അവൾക്ക് 2 ആൺകുട്ടികളുണ്ട്, അവളുടെ മാപ്പിളുണ്ട്, അവളുണ്ട്. അതിന്റെ ഇടയിൽ ഞാനിപ്പോ വന്ന് ഇരിക്കുന്നത് ശരിയില്ലല്ലോ. എത്ര ആയാലും നമ്മുടെ വീട് തന്നെയല്ലേ. ഇത്ര കാലം ഞാൻ 10-35 കൊല്ലായി കുട്ടി ആ വീട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട്. ഇന്ന് വരെ ഞാൻ ഒരാളോട് ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുമില്ല, പറഞ്ഞിട്ടില്ല, കാട്ടിയിട്ടുമില്ല. ഇവൾക്ക് ഇപ്പൊ ആ വീട് കിട്ടണം. ഇപ്പൊ എന്താ ലാസ്റ്റ് ഇതെന്താ ഇപ്പൊ അവള് പറയുന്നതെന്നറിയോ? അവൾക്ക് 2 ലക്ഷം ഞാൻ കൊടുക്കാണ്ടത്ര. ആ 2 ലക്ഷം പോയിട്ട് ഒരു 2 പൈസ ഞാൻ അവൾക്ക് കൊടുക്കാനില്ല. പിന്നെ ഒരു കാര്യം, അവിടെ എനിക്കൊരു കാതിലേക്ക് ഇതിടക്കി അവളങ്ങനെ നോക്കിയതല്ലേ. അപ്പൊ അവിടെ ഒരു കാതിലേക്ക് ഒരു സ്റ്റഡ് വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു. എന്റെ കാതിൽ ഒരു സ്റ്റഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റഡ് 1/2 സ്വർണ്ണമാണ്. ആ 1/2 അവള് കൊണ്ടുപോയി വിറ്റു. അവളുടെ മാപ്പിളെ അവളും കൂടി വള പണയം വെക്കുന്ന സമയത്ത് ഇവിടെ എന്റെ കാതിൽ തൂരിക്കൊണ്ടേതാണ്. എന്നിട്ട് ഇവിടെ എന്ത് പറഞ്ഞു, ഉമ്മ ആ കാതിൽ വീണ് പോയി കാണാല്ലേ. അതെങ്ങനെ വീണ് പോവോ? ഒരു വളയും 2 കാതിലത്തെയും കൂടി വെച്ചാ അതെങ്ങനെ വീണ് പോകും? എന്റെ ആങ്ങളെ എനിക്ക് വാങ്ങിച്ചു തന്ന കാതിലത്തെ. അന്ന് തൊട്ട് ഞാൻ ഇന്ന് വരെയും കാതിലിട്ടിട്ടില്ല, ഊര് അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ അവർക്ക് പണയം വെക്കാൻ കൊടുത്താൽ. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്, ഞാൻ കാതിലേക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ട്.
കയ്യിലേക്ക് മോതിരം വാങ്ങിക്കൊടുത്തു. ശരി, ഞാൻ സമ്മതിച്ചു. പക്ഷെ എന്റെ അരപ്പവൻ ഇങ്ങോട്ട് തന്നോട്ടെ, എന്റെ അരപ്പവന്റെ കാതിലത്തെ ഇങ്ങോട്ട് തന്ന ഞാൻ ഈ കാതിലത്തെ അങ്ങോട്ട് കൊടുക്കില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് അവിടെ ഇരിക്കണം കുട്ടി, എനിക്ക് അവിടെ ഇരിക്കണം. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരും. എനിക്ക് അതോ വേണ്ടുള്ളൂ. എനിക്ക് അവിടെ കയറിയ ഇവരെന്താ പറയുന്നത്? ഇപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട് ഇവർക്ക് വേണ്ട ആവശ്യമുള്ളൂ 2 അലുമിനിയം കുടം, ഞാൻ വലിയ അലുമിനിയം കുടങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വെള്ളം എനിക്ക് അടുത്ത വീടുന്ന് വേണം വെള്ളം കൊണ്ടുവരാൻ. പിന്നെ ഇവിടെ വെള്ളം പെരുമാറുക, കറണ്ട്, വെള്ളം ഇതെല്ലാം ഞാൻ കാശ് കൊടുത്തെടുത്താണ്. ഞാൻ 8000 ഉറുപ്പിക കൊടുത്തിട്ട് വെള്ളം എടുത്തതാണ്. ആ വെള്ളത്തിലാണ് അവള് പെരുമാറുന്നത്. ആ വെള്ളം ഞാൻ പോയി പിടിച്ചിട്ട് അവിടെ പൈപ്പ് എൻ്റെ ഓസ് വാങ്ങി വലിച്ചെറിഞ്ഞു, ബക്കറ്റ് വാങ്ങി എൻ്റെ വലിച്ചെറിഞ്ഞു, വെള്ളം വാങ്ങി ഒഴിച്ചു കളഞ്ഞു. ഞാൻ രാവിലെ പല്ലി വെച്ച് മോറ് കഴുകാൻ പോയപ്പോൾ ഇതൊക്കെ ചെയ്തു. എന്റെ സ്വർണ്ണം ഇങ്ങോട്ട് തരുന്ന സമയത്ത് ഞാൻ ഇതിലൊക്കെ സമ്മതിക്കുള്ളൂ, അല്ലാണ്ട് ഈ വീട്ടിലൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അതുപോലെ അവള് 10 ലിറ്ററിന്റെ വെള്ളം 1000 ലിറ്ററിന്റെ ടാങ്കി കൊടുന്ന് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്റെ ടാങ്കി ഇറക്കിയിട്ട് അവളുടെ ടാങ്കി കയറ്റി വെച്ചെടുക്കുക, അവൾക്ക് നടക്കാൻ. നിങ്ങളുടെ അധികാരത്തിന്റെ ഉള്ളിൽ ഒന്നും നടക്കില്ല. അത് എവിടെ നടക്കുക എന്ന് കുട്ടി പറഞ്ഞത്. എന്റെ ആങ്ങളെ എനിക്ക് കയറ്റി തന്ന വരെയാണ്. പക്ഷെ എന്റെ ആങ്ങളെ അവിടുന്ന് വരും. എന്തുകൊണ്ട് എന്റെ ആങ്ങളെ വരാത്ത അറിയും? ഇവിടെ വന്ന ഇവള് ഈ വീഡിയോ എടുക്കുന്ന സ്വഭാവമാണ്. ആര് നമ്മളോട് കയറി സംസാരിച്ചാലും ഇവിടെ ഒരു വീഡിയോ എടുക്കുന്ന സ്വഭാവം. വീഡിയോ എടുത്താ അതൊക്കെ 4 ഭാഗം ഇനി ഈ ലോകം മുഴുവൻ അറിയല്ലേ വീഡിയോയില്. ഇവളുടെ അതുകൊണ്ട് ആരും വീട്ടിലേക്ക് വരാറില്ല അല്ലേ? അത് കാരണം അടുത്തുള്ളവർ ആരും വരുന്നില്ല. അവള് വീഡിയോ എടുക്കുക കാരണം അടുത്ത ആരും നമ്മളോട് എന്ത് കഴിഞ്ഞാലും വരില്ല. ഇപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കടന്നാൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, അല്ലെങ്കിൽ വീട് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ചെക്കന്മാരോട് പറയണ, എടാ നിങ്ങൾ തള്ള കയറി വരുമ്പോ 5 എണ്ണം കൂടി നിങ്ങൾ തല്ലിക്കൊല്ലായിരുന്നു. എന്താ ഞാൻ ചാരി വീട് എന്റെ തല്ലിക്കൊല്ലേ? തല്ലിക്കൊല്ലായിരുന്നില്ലേ? തല്ലിക്കൊല്ലാൻ എന്നെ പറ്റുമോ ഇവർക്ക്? ഇതിനെ ഞാൻ നോക്കിയെടുത്തതിനാണ് ഇവര് എന്നെ തല്ലിക്കൊല്ലുന്നത്. ശരി, അതൊക്കെ പോട്ടെ. അങ്ങനെയൊക്കെ എന്റെ ഇത്രയും സാധനങ്ങൾ അവൾ നഷ്ടപ്പെടുത്തി. എന്നിട്ട് ഇപ്പൊ അവള് ലാസ്റ്റിനോട് പറയണേ 2 ലക്ഷം അവൾക്ക് അതിൽ ചെലവാണ്. എന്തിനാ അതിൽ 2 ലക്ഷം പോയിട്ട് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞോട് ഒന്നും നേരാക്കിയിട്ട് കൂടിയില്ല. എന്റെയാണ് ഈ ടിവികളൊക്കെ നഷ്ടപ്പെട്ടു. എന്റെ ഈ കുട്ടിന്റെ ഇത് എല്ലാ സാധനങ്ങളും ഇനി ഒന്നും എന്റെ നഷ്ടപ്പെട്ടാത്തില്ല. ബാക്കി ഒരു 2-3 അലുമിനിയം ചട്ടി ഉള്ളത് 4 പുറം എടുത്തെറിഞ്ഞു. അപ്പൊ ഞാൻ മങ്കരെ പോയി പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, ഉമ്മ പോയിട്ട് ആ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ ഉമ്മ, ഞങ്ങൾ അവളിനെ വിളിക്കുക, അവിടെ എന്താ പറയുന്നത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ശരി, ഞാൻ അവിടുന്ന് പറഞ്ഞ പഞ്ചായത്തിൽ ഞാൻ പോയി. പഞ്ചായത്തിൽ പോയി മെമ്പർക്ക് പോയപ്പോൾ മെമ്പർ പറഞ്ഞു നമുക്ക് ശരിയാക്കാം, അവള് വരട്ടെ, അവള് ഇവിടെ ഇല്ല, അവള് കാസർഗോഡോ കോഴിക്കോടൊക്കെ പോയിരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അവള് ഇവിടെ ഉണ്ട്, അന്ന് അവള് നാട്ടിലുണ്ട്. എന്നിട്ട് അവള് പോയില്ല, പോയി സ്റ്റേഷൻ വിളിച്ചിട്ട് പോയില്ല. ഇപ്പൊ എന്നുവെച്ച് ഞാൻ പോയി വന്നിട്ട് ഒരു 4-5 ദിവസമായിട്ടുണ്ട് പോയി സ്റ്റേഷൻ പോയി വന്നിട്ട്. അവർ ഞായറാഴ്ച വരെ കാക്കാന്നാണ് പറഞ്ഞത്. ഞായറാഴ്ച വരെ കാത്തിട്ട് ഞായറാഴ്ച എന്താ പറയുന്നത് നോക്കട്ടെ. എനിക്ക് എല്ലാവരും അതിലെ വിദ്യാഭ്യാസവും ഇല്ല, ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എന്താ സംസാരിക്കാന്ന് എനിക്ക് പറയാൻ അറിയില്ല കുട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ പാലക്കാട് പോവുകയാണെങ്കിൽ എനിക്ക് അറിയില്ല, എന്റെ കൂടെ വരാൻ ആൾക്കാർക്ക് പേടിയാണ്. എന്റെ കൂടെ ആരും വരില്ല. ഇവിടെ അങ്ങനെ വന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വീഡിയോ ഇടല്ലേ, വീഡിയോയിൽ എല്ലാവരും അറിയല്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ ഈ ഞങ്ങൾ പത്തിരിപ്പാല എന്നാ പറയുക, ഞങ്ങളുടെ ഇവിടേക്ക് ചേറുംപാല നെല്ലിക്കാട് എന്നാ പറയുക. ഈ ഇവിടെ വന്ന പോലീസുമാര് വന്നിട്ട് ഒരാളെങ്കിലും അവള് പ്രശ്നം ഉണ്ടാക്കി, നല്ല പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയതിന് അവര് കേസ് കൊടുക്കും, പോലീസ് വരും, എല്ലാം ഉണ്ടായി. എന്നിട്ട് ഒരാളെങ്കിലും അവളുടെ ഭാഗം കൊടുത്തിട്ടില്ല, അവൾക്ക് ഒരു സാക്ഷി കൊടുത്തിട്ടില്ല. അത് കാരണം അവള് കേസ് തള്ളി പോർക്കാണ്. എന്നിട്ടിപ്പോ ഞാൻ വീണ്ടും പോയി കേസ് കൊടുത്തിരിക്കാണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ. അപ്പൊ അവരേ പറയുന്നു അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല ഉമ്മ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്.